ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ കൊമേഴ്സ് ഈസി നോട്ട്സ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ആ ചാപ്റ്ററിൽ തന്നെയാണ്. അതിൽ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ് അതിൽ വരുന്ന ലാസ്റ്റ് സെക്ഷനാണ്, ലാസ്റ്റ് വീഡിയോ ആണ് ഈ ഒരു സെക്ഷനിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫിഫ്ത്ത് സെക്ഷൻ ഓഫ് ജേണൽ എൻട്രി ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വെൻ ഡിബഞ്ചേഴ്സ് ആർ പർച്ചേസ്ഡ് അറ്റ് മോർ ദാൻ നോമിനൽ വാല്യൂ. നമുക്കറിയാം മോർ ദാൻ നോമിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് പ്രീമിയത്തിനാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് പ്രീമിയത്തിനാണ്. ദെൻ റിഡംഷൻ എന്ന് പറയുന്നത് പാറിലുമാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ജേണൽ എൻട്രി ആണ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ, ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഈ ഒരു സെക്ഷനിൽ നമുക്ക് ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് പ്രീമിയത്തിലാണ്, അതായത് ഫേസ് വാല്യൂവിനേക്കാളും കൂടുതലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വാല്യൂ എങ്കിൽ നമുക്ക് ലോസ് ഉണ്ടായിരിക്കും. ആ എമൗണ്ട് ആണ് നമ്മൾ ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൽ നമ്മൾ എഴുതേണ്ടത്. ദെൻ നമുക്ക് ലോസ് ആണെങ്കിൽ നമ്മളത് ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യണം. നമുക്കറിയാം പ്രോഫിറ്റ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്, ലോസ് ആണെങ്കിൽ നമ്മൾ ആ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് അതിനെ റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എൻട്രിയാണ് രണ്ടാമത്തെ എൻട്രി, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇതിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് യൂസ് ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇഫ് എക്സിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അതല്ല ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ഒന്നുമില്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ദെൻ സിങ്കിങ് ഫണ്ട് ഫോളോ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ നമുക്കത് സിങ്കിങ് ഫണ്ടിൽ ഡെബിറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ ഏപ്രിൽ 2018 എക്സ് ലിമിറ്റഡ് ഹാഡ് ഇഷ്യൂഡ് 5,000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് പാർ ആൻഡ് റെഡീമബിൾ അറ്റ് പാർ. അപ്പം 5,000 ഡിബഞ്ചേഴ്സ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നു, 100 റുപ്പിയാണ്. റിഡംഷൻ പാറിലാണ് നടക്കുന്നത്. ഔട്ട് ഓഫ് ദീസ് ദ ഡിബഞ്ചേഴ്സ് ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് ₹1 lakh ആർ ടു ബി റിഡീംഡ് എവറി ഇയർ. അപ്പോൾ ഇതിൽ പറയുന്നത് 1 lakh rupeesന്റെ ഡിബഞ്ചേഴ്സ് എവറി ഇയർ റിഡീം ചെയ്യണം. പർച്ചേസ് ഫ്രം ഓപ്പൺ മാർക്കറ്റ് ഓർ ഡ്രോയിങ് ബൈ ലോട്ട്സ്, ആ മെത്തേഡ് യൂസ് ചെയ്ത് റിഡീം ചെയ്യാം. ദെൻ ദ കമ്പനി ക്രിയേറ്റഡ് DRR. ഇപ്പോൾ കമ്പനി DRRന്റെ ക്രിയേഷൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് DRR ക്രിയേറ്റ് ചെയ്യണം. ദെൻ ഓൺ March 31st 2020 the company purchased debentures of the face value of ₹1 lakh at ₹105. അപ്പോൾ ഇതിൽ 1 lakh rupeesന്റെ ഡിബഞ്ചേഴ്സ് ആണ് കമ്പനി പർച്ചേസ് ചെയ്യുന്നത്, അതും 105 rupeesന്റെ കമ്പനി അത് പർച്ചേസ് ചെയ്യാണ്. ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ഗിവ് ജേണൽ എൻട്രീസ് ഫോർ ദ ഇയർ 2019-20. ഇപ്പോൾ 1920 കമ്പനിയിൽ ഉണ്ടാകുന്ന ജേണൽ എൻട്രീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സാധാരണ പോലെയുള്ള എൻട്രി നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. 15% ആണ് നമുക്കറിയാം. 1 lakhന്റെ 15% നമ്മൾ എത്രയാണോ പർച്ചേസ് ചെയ്യുന്ന ആ എമൗണ്ട്. ദെൻ DRRന്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് DRR ക്രിയേറ്റ് ചെയ്യുക. 25% ആണ് DRR, അതായത് 5,000 into 100, 5 lakhന്റെ 25%. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു DRR അക്കൗണ്ട്, ക്രിയേഷൻ ഓഫ് DRR. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടു, അത് സെയിം തന്നെയാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് എൻട്രി നോക്കാം. നെക്സ്റ്റ് എൻട്രിയിലാണ് ചേഞ്ച് ഉള്ളത്, കാരണം നമുക്കറിയാം നമ്മൾ റിഡംഷൻ പാറിലും പർച്ചേസ് ചെയ്തത് പ്രീമിയത്തിലാണ്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ലോസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ. ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്ററിൽ നമ്മൾ എപ്പോഴും നമ്മൾ എത്രയാണോ പർച്ചേസ് ചെയ്യുന്നത്, നമ്മൾ എത്ര എമൗണ്ട് ആണോ ഫേസ് വാല്യൂ, എത്ര എമൗണ്ട് ആണോ നമ്മൾ കൊടുക്കുന്നത്, അതാണ് ഇവിടെ എഴുതേണ്ടത്, 1 lakh. ദെൻ ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. എങ്ങനെയാണ് ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്കറിയാം 1 lakh rupeesനുള്ള ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഡിബഞ്ചേഴ്സ് ആണ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ 1 lakh ഡിവൈഡഡ് ബൈ 100,000 ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അതും 105, 100 റുപ്പി ഉണ്ടായിരുന്ന ഷെയർ 105 റുപ്പീസിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. 105 മൈനസ് 100 ഈക്വൽ ടു 5 റുപ്പിയാണ് നമ്മൾ എക്സ്ട്രാ പേ ചെയ്തത്. അപ്പോൾ ആ എക്സ്ട്രാ പേ ചെയ്ത എമൗണ്ട് ആണ് നമ്മുടെ ലോസ്. അപ്പോൾ 1000 ഡിബഞ്ചേഴ്സിന് 5 റുപ്പി വെച്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു. ദാറ്റ് ഈസ് 5,000. ദെൻ ടു ബാങ്ക് അക്കൗണ്ട് 1000 into 105, 1 lakh 5,000. അപ്പോൾ ഇങ്ങനെയാണ് ഈ എൻട്രി വരുന്നത്. പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഫ്രം ഓപ്പൺ മാർക്കറ്റ്.
അടുത്തത് നമുക്കറിയാം ലോസ് ആണ് വരുന്നത്. ലോസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് ഇത് റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് വേറെ എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നെ എടുക്കാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. എത്രയാണോ നമ്മുടെ ലോസ് ആ എമൗണ്ട് ഇവിടെ ഇതാ. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ട്രാൻസ്ഫേർഡ്. അപ്പം ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് കേസ് നോക്കാം. ഇതാണ് ലാസ്റ്റ് കേസ്. വെൻ ഡിബഞ്ചേഴ്സ് ആർ പർച്ചേസ്ഡ് അറ്റ് മോർ ദാൻ നോമിനൽ വാല്യൂ. അപ്പോൾ ഇതിൽ പറയുന്നത് ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് പ്രീമിയത്തിന് തന്നെയാണ്. സെയിം നമ്മൾ കഴിഞ്ഞ സിറ്റുവേഷൻ നമ്മൾ കണ്ടു. പർച്ചേസ് പ്രീമിയത്തിലാണ് നടക്കുന്നത്. ദെൻ റിഡംഷൻ നടക്കുന്നതും പ്രീമിയത്തിൽ തന്നെയാണ്. അപ്പം രണ്ടും പ്രീമിയത്തിലാണെങ്കിൽ, പർച്ചേസും റിഡംഷനും പ്രീമിയത്തിലാണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട എൻട്രി ആണ് നമ്മൾ ഇനി പറയുന്നത്. ഇതിൽ നമുക്കറിയാം പ്രീമിയത്തിൽ പർച്ചേസും വന്നു, റിഡംഷൻ പാറിലും വന്നു. അപ്പോൾ നമുക്കൊരു ലോസ് വന്നു. ദെൻ രണ്ടും പ്രീമിയത്തിലാവുമ്പോൾ നമുക്ക് ഒരു ലോസും ഉണ്ടായിരിക്കാം, ഒരു പ്രോഫിറ്റും ഉണ്ടായിരിക്കാം. അത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലോസും ഉണ്ടായിരിക്കും, പ്രോഫിറ്റും ഉണ്ടായിരിക്കും. അത് കറക്റ്റായിട്ട് നമ്മൾ എൻട്രിയിൽ റെക്കോർഡ് ചെയ്യണം. അപ്പം എൻട്രി നമുക്ക് നോക്കാം. ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ എത്രയാണോ നോമിനൽ വാല്യൂ, ഫേസ് വാല്യൂ അത് എഴുതുക. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, നമ്മൾ എത്രയാണോ നമുക്ക് പ്രീമിയം പറഞ്ഞിട്ടുള്ളത് ആ എമൗണ്ട് എഴുതുക. നമുക്ക് പെർസെൻറ്റേജിൽ തന്നിട്ടുണ്ടാവും, ആ എമൗണ്ട് ആണ് എഴുതേണ്ടത്. ദെൻ ലോസ് ഓൺ റിഡംഷൻ ഓർ പർച്ചേസ് ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ, ഇതിൽ നമുക്ക് വന്നിട്ടുള്ള ലോസ് എത്രയാണ് ആ എമൗണ്ട് എഴുതുക. ദെൻ ടു ബാങ്ക് അക്കൗണ്ട്, എത്രയാണോ നമ്മൾ എമൗണ്ട് പേ ചെയ്തത് അത്. ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, അതിൽ നമ്മൾ എത്ര എമൗണ്ട് ആണോ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ആ എമൗണ്ട് ആണ് എഴുതേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഗെയിൻ ലോസിനേക്കാളും കൂടുതലാണെങ്കിൽ, ഇഫ് ദ ഗെയിൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ ലോസ്, നമ്മൾ ഫോളോ ചെയ്യേണ്ട എൻട്രി ആണ് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഇപ്പോൾ പ്രോഫിറ്റ് എത്രയാണെങ്കിൽ അത് എഴുതുക. ദെൻ നമുക്ക് കിട്ടിയിട്ടുള്ള ലോസ്, അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇഫ് ദ ലോസ് ഓൺ റിഡംഷൻ ഈസ് ഗ്രേറ്റർ ദാൻ പ്രീമിയം പേയബിൾ. അതായത് ലോസ് നമ്മുടെ പ്രീമിയം നമ്മൾ പേ ചെയ്തതിനേക്കാളും കൂടുതലാണെങ്കിൽ, ലോസിനേക്കാൾ കൂടുതലാണ് പ്രീമിയം എങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട എൻട്രി ആണ് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലോസ് ഓൺ റിഡംഷൻ. അപ്പോൾ ഈ രണ്ട് എൻട്രിയും നമ്മൾ പഠിച്ചു വെക്കണം. ഏതെങ്കിലും ഒരു എൻട്രി ആണ് പ്രോബ്ലത്തിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ സിറ്റുവേഷൻസ് നോക്കി നമ്മൾ എൻട്രി സെലക്ട് ചെയ്യുക. നമുക്കൊരു പ്രോബ്ലം നോക്കാം. On April 2018, X Limited had issued 5,000 debentures of rupees 100 each at par and redeemable at 10% premium. ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നത് സെയിം സീരീസ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ചേഞ്ചസ് വരുത്തി ഞാൻ എക്സാമ്പിൾ ചെയ്യുന്നു എന്ന് മാത്രം. 5,000 ഡിബഞ്ചേഴ്സ് ആണ് കമ്പനി ഇഷ്യൂ ചെയ്തത്, 100 rupees ഈച്ച്. റിഡംഷൻ 10% പ്രീമിയത്തിലാണ് റിഡംഷൻ. അപ്പോൾ കമ്പനി റിഡീം ചെയ്യുന്നത് 10% പ്രീമിയത്തിലാണ്. ദെൻ നമുക്ക് നോക്കാനുള്ളത്, ഇതിൽ സാധാരണ പറഞ്ഞ പോലെ DRR ക്രിയേറ്റ് ചെയ്യുന്ന എൻട്രി ഉണ്ട്. 1 lakh rupeesന്റെ ഡിബഞ്ചേഴ്സ് ആണ് കമ്പനി പർച്ചേസ് ചെയ്യുന്നത്. അത് കമ്പനി പർച്ചേസ് ചെയ്യുന്നത് 106 rupeesനാണ് കമ്പനി പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ജേണൽ എൻട്രീസ് നോക്കാം. സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന എൻട്രി ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. അത് ഞാൻ ഇനിയും റിപ്പീറ്റ് ചെയ്യണില്ല. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു DRR അക്കൗണ്ട്, DRR ക്രിയേഷൻ. ദെൻ നെക്സ്റ്റ് എൻട്രീസ് ആണ് നമുക്ക് നോക്കേണ്ടത് പറയുന്നത്. അപ്പോൾ ആദ്യം ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ 1 lakh ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്, ആ എമൗണ്ട്. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ നമുക്കറിയാം പ്രീമിയം 10% ആണ്. അപ്പോൾ 1 lakhന്റെ 10% 10,000. ദെൻ ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, നമ്മളറിയാം നമ്മൾ പർച്ചേസ് ചെയ്തത് 106 rupeesനാണ്. നമുക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ലോസ് എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്തത് അങ്ങനെ തന്നെയാണ് നോക്കേണ്ടത്. 1000 ഡിബഞ്ചേഴ്സ് നമുക്ക് കിട്ടി. ദെൻ 106 ആണ് നമ്മൾ പേ ചെയ്തത്. 106 മൈനസ് 100 6 rupees കിട്ടും. അതിനെ 1000 into 6 ചെയ്യുമ്പോൾ 6,000 rupees നമുക്ക് ലോസ്. ദെൻ ടു ബാങ്ക് അക്കൗണ്ട് നമ്മൾ എത്ര എമൗണ്ട് ആണോ പേ ചെയ്തത്, 1000 into 106 1,06,000. ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, അതായത് നമ്മൾ പ്രീമിയം എത്രയാണോ നമുക്ക് എത്രയാണോ പ്രോഫിറ്റ് കിട്ടിയത് ആ എമൗണ്ട്, പ്രീമിയത്തിന് എമൗണ്ട് ആണ് സാധാരണ വരിക, ആ എമൗണ്ട് അങ്ങനെ തന്നെ എഴുതി വെക്കുക. 10,000 പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഫ്രം ഓപ്പൺ മാർക്കറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് രണ്ടും
പ്രീമിയത്തിൽ വരുമ്പോൾ ഫോളോ ചെയ്യുന്ന എൻട്രി. ലോസും ഉണ്ടായിരിക്കും, പ്രീമിയവും ഉണ്ടായിരിക്കും, പ്രോഫിറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളത് നോക്കി എമൗണ്ട് എഴുതുക. എമൗണ്ട് ഈസിയാണ് എഴുതാൻ. നെക്സ്റ്റ് എൻട്രി നമ്മൾ നോക്കേണ്ടത് നമുക്ക് കിട്ടിയിട്ടുള്ള ലോസും പ്രോഫിറ്റും കൂടി കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കിയാൽ അറിയാം പ്രോഫിറ്റിനേക്കാളും കുറവാണ് ലോസ്, അതായത് പ്രോഫിറ്റ് ആണ് കൂടുതൽ. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട എൻട്രി നോക്കുക. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ 10,000. ടു ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ലോസ് നമുക്ക് എത്രയാണെന്ന് അറിയാം, 6,000. അത് അങ്ങനെ തന്നെ നോക്കി എഴുതാം. ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് 4,000. ബാക്കി എത്ര എമൗണ്ട് ഉണ്ടോ അത് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അതായത് നമ്മുടെ ലോസ് വന്നിട്ടുള്ള 6,000 റുപ്പീസ് നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു. ബാക്കി വരുന്ന 4,000 റുപ്പീസ് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പോൾ സെറ്റ് ഓഫ് ചെയ്യുന്ന എൻട്രി ആണിത്. അപ്പം ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. ഇനി വേറൊരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. നമ്മൾ 2 കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേസ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ക്വസ്റ്റ്യനിൽ ഒരു ഡിഫറൻസ് വരുന്നത് നമുക്കറിയാം 5,000 ഡിബഞ്ചേഴ്സ് തന്നെയാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. 100 റുപ്പീസ് DRR ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 1 ലാഖിൻ്റെ ഡിബഞ്ചേഴ്സ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 115 റുപ്പീസിനാണ് കമ്പനി വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ വരുന്ന ചേഞ്ചസ് സാധാരണ പോലെ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് 15,000. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു DRR അക്കൗണ്ട് 25% DRR ക്രിയേറ്റ് ചെയ്യുന്ന എൻട്രി. നെക്സ്റ്റ് എൻട്രിയും സെയിം തന്നെയാണ്. ദാറ്റ് ഈസ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ 1 lakh അറിയാം. പ്രീമിയം ഓൺ റിഡംഷൻ 10% ആയിരുന്നു, പ്രീമിയം 10,000. ദെൻ ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് നമുക്കിവിടെ കണ്ടുപിടിക്കണം. നമുക്കറിയാം 106 ആയിരുന്നു കഴിഞ്ഞ പ്രോബ്ലത്തിൽ, അതൊരു 115 ആവുകയാണ്. അപ്പോൾ 15 റുപ്പീസ് നമ്മൾ എക്സ്ട്രാ പേ ചെയ്തു. അപ്പോൾ ആ 15 റുപ്പീസിൻ്റെ ലോസ് നമുക്ക് വരും. അതായത് 1000 × 15 15,000. ദെൻ ടു ബാങ്ക് അക്കൗണ്ട് നമ്മൾ പേ ചെയ്ത എമൗണ്ട്, അതായത് 115 റുപ്പീസിനാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അത് പേയ്മെൻറ്റ് 1000 × 115 1,15,000. ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, അതായത് പ്രീമിയം എത്രയാണോ ആ എമൗണ്ട് അങ്ങനെ തന്നെ എഴുതാം. പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഫ്രം ഓപ്പൺ മാർക്കറ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പ്രോഫിറ്റിനേക്കാൾ കൂടുതലാണ് ലോസ്, അതായത് പ്രീമിയം പ്രോഫിറ്റ് രണ്ടും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ പ്രോഫിറ്റിനേക്കാൾ കൂടുതലാണ് ലോസ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ ജേണൽ എൻട്രി ആണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എൻട്രി. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ. പ്രോഫിറ്റ് നമുക്കറിയാം 10,000 ആണ്. ദെൻ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് 5,000. അതെങ്ങനെയാണ് കിട്ടിയെന്ന് ഞാൻ പറയാം. ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് എന്ന് വെച്ച് നമുക്ക് അവിടെ നിർത്താം. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എമൗണ്ട് നമുക്ക് അറിയാം, ആ 10,000 അങ്ങനെ എഴുതുക. ദെൻ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ എമൗണ്ട് നമ്മൾ എഴുതാതെ വെക്കുക. ദെൻ ടു ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. ലോസിൻ്റെ എമൗണ്ട് നമുക്കറിയാം 15,000. അപ്പോൾ ലോസിൻ്റെ എമൗണ്ട് നമ്മൾ എഴുതുക. ആദ്യം പ്രോഫിറ്റ് ഓൺ റിഡംഷൻ്റെ എമൗണ്ട് എഴുതി വെക്കുക, ക്യാപിറ്റൽ റിസർവിൻ്റെ എമൗണ്ട് എഴുതണ്ട. ദെൻ ടു ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എമൗണ്ട് എഴുതുക. അപ്പോൾ നമുക്ക് ആ ഡിഫറൻസ് ക്യാപിറ്റൽ റിസർവിലേക്ക് എഴുതാൻ പറ്റും. 5,000 ആണ് അപ്പോൾ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിൽ വരിക. ഇതാണ് സെറ്റ് ഓഫ് ചെയ്യുന്ന എൻട്രി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം ഓപ്പൺ മാർക്കറ്റിലെ എല്ലാ പ്രോബ്ലംസും ചെയ്യുന്നത്. നമ്മളൊരു 3-4 വീഡിയോ ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ നോക്കുക, പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.